നമസ്കാരം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രി കൂടിയായ AK ബാലന്റെ പ്രവചനം സത്യമാകുന്നു. CPM-ന്റെ ദേശീയ പദവി നഷ്ടമാകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ AK ബാലൻ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി: ബഹുമാനപ്പെട്ട സമ്മതിദായകരെ, CPM വിശ്വാസികളെ, നിങ്ങൾ ഏത് വിധേനയായാലും വേണ്ടില്ല, ആരെ കൊണ്ടും നിങ്ങൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കണം. അതായത് ഇക്കുറി നമ്മുടെ പാർട്ടിക്ക് വോട്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇനി ഒരു കാരണവശാലും നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടമാവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും കേരളത്തിലെ CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന അവരുടെ അഭിമാന ചിഹ്നം ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. പകരം പിന്നീട് പാർട്ടി മത്സര രംഗത്തുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മരപ്പെട്ടിയോ ഈനാമ്പേച്ചിയോ അല്ല എന്നുണ്ടെങ്കിൽ എലിപ്പെട്ടിയോ മരയോന്തോ മുതലായ ചിഹ്നങ്ങളിൽ നമ്മൾ മത്സരിക്കേണ്ടതായി വരും. അങ്ങനെ ഒരു ദുർഗതി പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് വിധേനയും CPM-ന് വേണ്ടി നിങ്ങൾ വോട്ടുകൾ സ്വരൂപിക്കണം. ഏത് വിധേനയും CPM-ന്റെ പെട്ടിയിൽ വോട്ടുകൾ വീഴണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന പാർട്ടിയുടെ അഭിമാന ചിഹ്നം നഷ്ടമാകും. ഇതാണ് AK ബാലൻ പറഞ്ഞ കാര്യം. AK ബാലന്റെ പ്രവചനം ഏതാണ്ട് സത്യമാകുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. വിദേശത്തും സ്വദേശത്തുമുള്ള പത്രമാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് സർവേ പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സർവേകളിലെല്ലാം തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിലെത്തുമെന്നും നരേന്ദ്രമോദി 3-ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത്. 1-2 മാധ്യമങ്ങൾ മാത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടുമുന്നണിയായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും അങ്ങനെ അധികാരത്തിൽ വന്നാൽ പോലും ഇവിടെ CPM-ന്റെ ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഈ സർവേകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. 40 വർഷക്കാലം CPM കൊടികുത്തിവാണ സ്ഥലമാണ് ബംഗാൾ. തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിൽ ബംഗാളിൽ അപ്രമാദിത്വത്തോടു കൂടി ചെങ്കൊടിയുടെ തണലിൽ ഭരിച്ചിരുന്ന പാർട്ടിയാണ് CPM. 40 വർഷക്കാലത്തിലധികമാണ് CPM മാറി മാറി ബംഗാൾ ഭരിച്ചത്. സാധാരണക്കാരുടെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ബംഗാളികളുടെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 40 വർഷമാണ് CPM ബംഗാളിനെ ഭരിച്ച് മുടിച്ചത്. ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രീയ കക്ഷികളിൽ രക്തസാക്ഷികൾ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. പാർട്ടിക്ക് വേണ്ടി പടപൊരുതുമ്പോൾ ആശയത്തിനും ആദർശത്തിനും വിപരീതമായി നിൽക്കുന്ന എതിർചേരിയിലുള്ള ആളുകൾ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാറുണ്ട്, ശാരീരികമായി ഉന്മൂലനം ചെയ്യാറുണ്ട്. അങ്ങനെ പല പാർട്ടിയിലുള്ള ആളുകളും രക്തസാക്ഷിത്വം വഹിക്കാറുണ്ട്. രക്തസാക്ഷിത്വം വഹിക്കുന്നതിലും മറ്റു പാർട്ടികളിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിലും പല രാഷ്ട്രീയ കക്ഷികളും മത്സരിക്കുന്ന കാഴ്ചയും ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. CPM-ലും അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ ഓരോ കുഞ്ഞിനും മറുപടി പറയാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരമാണ്: ബംഗാളിൽ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നത് CPM എന്ന പാർട്ടിയാണ്. 40 വർഷക്കാലം ബംഗാളിനെ ചെങ്കൊടിക്കീഴിൽ, ഒറ്റക്കൊടിക്കീഴിൽ നയിച്ച CPM എന്ന പ്രസ്ഥാനം ഇപ്പോൾ ബംഗാളിൽ മഷിയിട്ട് നോക്കാൻ ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബംഗാളിൽ രക്തസാക്ഷിത്വം വഹിച്ച ഏറ്റവും വലിയ ആശയവും ആദർശവും CPM തന്നെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോൾ CPM-ന് ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് CPM-ന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും CPM-ന് കിട്ടിയത് ഒരേ ഒരു സീറ്റാണ്. ഇന്ത്യയിൽ ആകെ കിട്ടിയ CPM-ന്റെ സീറ്റ് 3 സീറ്റാണ് എന്നോർക്കണം. അതായത് 2 സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും 1 സീറ്റ് കേരളത്തിൽ നിന്നും. ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ CPM 12 പേരെയെങ്കിലും MP-മാരായി പാർലമെന്റിലേക്ക് അയച്ചിരിക്കും എന്നാണ് CPM-ന്റെ അവകാശവാദം ഉണ്ടായിരുന്നത്. ചുരുങ്ങിയത് 8 സീറ്റിലെങ്കിലും CPM ജയിക്കും എന്ന് തന്നെയാണ് AKG സെൻട്രലിൽ നിന്നും, അല്ലെങ്കിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതാണ് പൊതുവിൽ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വികാരം. 12 സീറ്റ് ഉറപ്പാണ്, ഇല്ലെങ്കിൽ 8 സീറ്റെങ്കിലും കിട്ടും എന്നാണ് ഇപ്പോഴും അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഫലസൂചികകളെല്ലാം പറയുന്നത് CPM 1-2 സീറ്റിലേക്കോ ഒതുങ്ങാം, അഥവാ
ആദ്യം കിട്ടിയ, അതായത് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു സീറ്റ് പോലും CPM-ന് നഷ്ടമുണ്ടാകുന്ന അവസരം ഉണ്ടായേക്കാം എന്നുകൂടി പല ഫലസൂചികകളും പറയുന്നുണ്ട്. ഇങ്ങനെയെങ്കിൽ CPM-ന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്രത്തിൽ ഒരു കാരണവശാലും CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ മുൻപിൽ പാർട്ടി ഓഫീസിന്റെ ബോർഡ് വരെ വയ്ക്കാൻ അംഗീകാരം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 1952-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് 16 സീറ്റുകളാണ്. പിന്നീട് അത് 1998-ൽ എത്തിയപ്പോൾ CPM-ന് 32 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 2004-ലേക്ക് എത്തുമ്പോൾ 43 സീറ്റ് നേടാൻ CPM-ന് കഴിഞ്ഞു. ഒന്നാം UPA സർക്കാരിൽ നിർണായക ശക്തിയാകാനും അതുകൊണ്ട് തന്നെ CPM-ന് കഴിഞ്ഞു. എന്നാൽ 2014-ൽ അത് 9 സീറ്റായി മാറുകയായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയതാകട്ടെ 3 സീറ്റാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് 2ഉം കേരളത്തിൽ നിന്നും 1ഉം. അതായത് 1952-ൽ 32 സീറ്റിൽ നിന്നും തുടങ്ങിയ CPM ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇന്ന് ഇന്ത്യയിൽ ദേശീയ പദവിയുള്ള 6 പാർട്ടികളാണ്. ഈ 6 പാർട്ടികളിൽ നിന്നും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ CPM പുറത്താകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ദേശീയ പാർട്ടി പദവിയുള്ള 6 പാർട്ടികളാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇന്ത്യയിൽ ഉള്ളത്. അതിൽ 1-ാം സ്ഥാനത്ത് BJP, 2 കോൺഗ്രസ്, 3-ാം സ്ഥാനത്ത് CPM, 4-ാം സ്ഥാനത്തുള്ളത് ബഹുജൻ സമാജ്വാദി പാർട്ടി അതായത് BSP, നാഷണൽ പീപ്പിൾ പാർട്ടി, ആം ആദ്മി പാർട്ടി AAP. ഇങ്ങനെ 6 പാർട്ടികൾക്കാണ് ദേശീയ പദവിയുള്ളത്, ദേശീയ പദവി അംഗീകാരം ഉള്ളത്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തീർച്ചയായും CPM ഈ പട്ടികയിൽ നിന്ന് പുറത്താകും എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏത് വിധേനയും കേരളത്തിൽ നിന്നും 8 സീറ്റെങ്കിലും നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു നിശ്ചിത ശതമാനം വോട്ട് നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ CPM-ന്റെ ദേശീയ പദവി അംഗീകാരം നഷ്ടമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മന്ത്രി K രാധാകൃഷ്ണനെയും മുൻ മന്ത്രിയായ MLA ശൈലജ ടീച്ചറിനെയും അതുപോലെ 6 ജില്ലാ സെക്രട്ടറിമാരെയും എല്ലാം CPM വാശിയോടുകൂടി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഇറക്കിയത്. ഏത് വിധേനയായാലും വേണ്ടില്ല ഇക്കുറി പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തുക, കൂടുതൽ MP-മാരെ ഏത് വിധേനയും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. എന്നാൽ അതെല്ലാം വൃഥാവിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ CPM ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് 8 MP-മാരെ തെരഞ്ഞെടുത്ത് വിടാൻ CPM-ന് ആയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ CPM-നകത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ CPM-നകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നു, പൊട്ടിത്തെറിയിലേക്ക് CPM നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ CPM-ന്റെ പതനം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കൃത്യം ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയിൽ തന്നെ ആയിരിക്കും എന്നാണ് പല CPM നേതാക്കളും ഇപ്പോൾ അടക്കം പറയുന്നത്. അതിന് പ്രധാന വിഷയമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വഴിവിട്ട ചില സാമ്പത്തിക ക്രമക്കേടുകളും CMRL എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയ 1,72,00,000 മാസപ്പടിയും പിന്നെ അതുപോലെ മറ്റ് അനവധി കമ്പനികളിൽ നിന്നും വാങ്ങിയ മാസപ്പടിയും ഒക്കെ തന്നെ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടമാക്കി. പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടും പാർട്ടിക്ക് അതിന് കൃത്യമായ വിശദീകരണമോ ന്യായീകരണമോ കൊടുക്കാൻ സാധിക്കാത്തതും ഈ വിഷയത്തിന്റെ പേരിൽ AKG സെന്ററിന് വരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വരെ അന്വേഷണം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുകയും എല്ലാം ചെയ്തത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഇന്നോളം ഇല്ലാത്ത രീതിയിലുള്ള ഒരു മങ്ങലേൽപ്പിക്കുവാൻ വേണ്ടി ഇത്തരം പ്രവൃത്തികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-ന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് CPM-നകത്ത് നിന്നും പല നേതാക്കളും അടക്കം പറയുന്നത്. ഈ അടക്കം പറച്ചിലുകൾ നാളെ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം പുറത്തു വന്നു കഴിയുമ്പോൾ തീർച്ചയായും അതൊരു പൊട്ടിത്തെറിയുടെ രൂപത്തിൽ പുറത്തു വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും കേരളത്തിൽ CPM-ന് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, കൂടുതൽ MP-മാരെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ CPM-ന്റെയും പിണറായി വിജയന്റെയും ഭരണത്തിന്റെ നാളുകൾക്ക് എണ്ണം കുറിക്കുന്ന ഒരു
രീതി തന്നെയായിരിക്കും. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നാളുകൾ എണ്ണപ്പെടുന്നതിനുള്ള കൗണ്ടിംഗ് ആരംഭിക്കുന്നു ഒരു പ്രവണത തന്നെയായിരിക്കും ഇതിലൂടെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി അറിയാൻ പറ്റും CPM-ന് ഇനി ഏതെങ്കിലും തരത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം ഉപയോഗിക്കാൻ പറ്റുമോ, അതോ മരപ്പെട്ടിയോ ഈനാമ്പറ്റിയോ മരയോന്തോ അല്ലെങ്കിൽ എലിപ്പെട്ടിയോ പോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. നമുക്ക് കാത്തിരിക്കാം. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.